എൻ്റെ പേര് ജീഷ് കുമാർ എന്നാണ്. ഞാൻ കരിമ്പാടം സ്വദേശിയാണ്. മുൻ ഇൻ്റർനാഷണൽ അത്ലറ്റാണ്. ഇന്ത്യക്ക് വേണ്ടി 2004 സിംഗപ്പൂർ വെച്ച് നടന്ന ഏഷ്യൻ ഓൾ സ്റ്റാർ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ വെങ്കല മെഡൽ നേടുകയുണ്ടായിരുന്നു. 10 വർഷം തുടർച്ചയായി നാഷണൽ ചാമ്പ്യനായിരുന്നു. പോൾ വാൾട്ടായിരുന്നു എൻ്റെ ഇവൻ്റ്. കരിമ്പാടം സ്കൂളിൽ പഠിക്കുന്ന സമയത്താണ് ഈ സ്പോർട്സ് എന്നൊരു അഭിനിവേശം എൻ്റെ ഇതിലോട്ട് കടന്നു വരികയും ഞാനത് ചെറിയ രീതിയിൽ ഒതുങ്ങിയ നമ്മുടെ സൗകര്യങ്ങൾ വെച്ചാണ് അവിടെ ഞാൻ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരുന്നത്. അതിനുശേഷം സ്കൂൾസ് നാഷണൽ 1989 ഒറീസയിൽ വെച്ച് നടന്ന സ്കൂൾസ് നാഷണലിൽ ഞാൻ സിൽവർ മെഡൽ നേടുകയുണ്ടായി. അതിനോടനുബന്ധിച്ച് കേരള സ്പോർട്സ് കൗൺസിലിൽ എനിക്ക് അഡ്മിഷൻ കിട്ടുകയും തിരുവനന്തപുരത്ത് വെച്ച് നടന്ന ഹോസ്റ്റലിലാണ് ഞാൻ പഠിച്ചതും. അവിടെ നിന്നാണ് എൻ്റെ സ്പോർട്സിൻ്റെ കരിയർ തുടങ്ങുന്നത്. തുടർച്ചയായി 3 വർഷം ആൾ ഇന്ത്യ ഇൻ്റർ യൂണിവേഴ്സിറ്റി ഗോൾഡ് മെഡലായിരുന്നു പോൾ വാൾട്ടിൽ. അതിനുശേഷം 94 ഞാൻ CISF ഹെഡ് കോൺസ്റ്റബിളായിട്ട് ഞാൻ ജോയിൻ ചെയ്തു. നമ്മുടെ നാട്ടിൽ അതായത് കേരളത്തിൽ സ്പോർട്സ് ചെയ്യാനുള്ള സൗകര്യക്കുറവ് കാരണം നേരെ ഡൽഹിക്ക് പോവുകയുണ്ടായി. അതിനുശേഷമാണ് ഞാൻ എൻ്റെ സ്പോർട്സ് ഫീൽഡിൽ ഏറ്റവും നല്ലൊരു കരിയർ തുടക്കം കുറിക്കുന്നത്. ഡൽഹിയിൽ പോയി പ്രാക്ടീസ് ചെയ്താണ് ഞാൻ ഇന്ത്യക്ക് വേണ്ടി മെഡലുകൾ നേടുകയും നാഷണൽ റെക്കോർഡ് ഓപ്പൺ നാഷണൽ റെക്കോർഡ് ഇടുകയും ഇന്ത്യയിലെ തന്നെ ഉയർന്ന മത്സരങ്ങളിലെ ഒരുമിക്ക റെക്കോർഡുകളും ഞാൻ സ്ഥാപിക്കുകയുണ്ടായിരുന്നു. 22 വർഷത്തെ സർവീസിന് ശേഷം ഞാൻ തിരിച്ചു സ്പോർട്സ് ഫീൽഡിലോട്ട് ആസ് എ കോച്ചായിട്ട് വന്നിരിക്കുകയാണ്. ഇൻ്റർനാഷണൽ ലെവലായ IAAFൻ്റെ ലെവൽ 1-2 കോഴ്സും ലെവൽ 2 കോഴ്സും ഞാൻ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയായി ടൈപ്പ് ചെയ്തിട്ട് ഒരു ജെംസ് അക്കാഡമി നടത്തുന്നുണ്ട്. കാലിക്കറ്റ് തേഞ്ഞിപ്പാലത്ത് നടത്തുന്നത്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ തുടർച്ചയായി 3 വർഷം കോച്ച് അത്ലറ്റ് ടീമിൻ്റെ കോച്ച് കൂടിയായിരുന്നു. ഇപ്പോൾ നമ്മുടെ പറവൂർ നോർത്ത് പറവൂർ അത്ലറ്റിക് അക്കാഡമി എന്നൊരു അക്കാഡമി തുടങ്ങാൻ ഒരു പ്ലാനുണ്ട്. അതിൻ്റെ മുന്നോടിയായിട്ട് നമ്മുടെ MLA VD സതീശനെ പോയി കാണുകയും ചെയർമാനായിരുന്ന നമ്മുടെ പ്രദീപ് തോപ്പിലിനെയും അതിന് മുൻ ചെയർമാനായിരുന്ന രമേഷ് D കുറുപ്പ് സാറിനെയും പോയി കണ്ടിരുന്നു. അവരെല്ലാവരും നല്ല സപ്പോർട്ടാണ് തന്നിരിക്കുന്നത്. നമുക്ക് പറവൂർ ഒരു അത്ലറ്റിക് അക്കാഡമി തുടങ്ങാം, അതിനുവേണ്ട എല്ലാ സഹായ സഹകരണങ്ങളും ചെയ്യാമെന്ന് അവരെനിക്ക് വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. പക്ഷേ 25 വർഷത്തിന് ശേഷം ഞാനിപ്പോൾ ഈ ഗ്രൗണ്ടിൽ വരുന്നത്. 25 വർഷം മുമ്പ് ഞാൻ വന്നപ്പോൾ ഉണ്ടായിരുന്ന ഗ്രൗണ്ട് എങ്ങനെയാണോ അതേപോലെ തന്നെയാണ് ഇന്നും. വളരെ ശോചനീയാവസ്ഥമാണ് നമ്മുടെ ഈ ഗ്രൗണ്ട്. ഒരു അക്കാഡമി അത്ലറ്റിക്സിൻ്റെ അക്കാഡമി തുടങ്ങിയാൽ തന്നെ ഒരുപാട് സൗകര്യങ്ങൾ നമുക്കിവിടെ ആവശ്യമുണ്ട്. പക്ഷേ 25 വർഷമായിട്ടും നമുക്ക് ഈ ഗ്രൗണ്ട് ഒന്ന് ഡെവലപ്പ് ചെയ്യാനായിട്ട് ഇതുവരെ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ബഹുമാനപ്പെട്ട നമ്മുടെ MLAയോടും മുനിസിപ്പൽ ചെയർമാന്മാരോടും എൻ്റെ ഒരു അഭ്യർത്ഥനയാണ്, ഈ ഗ്രൗണ്ട് നല്ല രീതിയിൽ വളർന്നു വരുന്ന കായിക താരങ്ങൾക്ക് ഉപകരിക്കും വിധത്തിൽ ഡെവലപ്പ് ചെയ്ത് തരണമെന്ന് ഞാൻ വിനീതമായിട്ട് അഭ്യർത്ഥിക്കുകയാണ്. നമ്മൾക്ക് ഒരു 10 ഹോസ്പിറ്റൽ പണിയുന്നതിൽ നല്ലത് ഒരു 10 ഗ്രൗണ്ട് പണിയുകയാണെങ്കിൽ ഇപ്പം ഇനി വരുന്ന തലമുറ നല്ല ഒരു ആരോഗ്യമുള്ള തലമുറയെ നമുക്ക് വാർത്തെടുക്കാൻ കഴിയും. അതുമല്ല, ഇന്നീ കാലത്ത് ഡിജിറ്റൽ ഇന്ത്യയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ നമ്മുടെ കൗമാരങ്ങളെല്ലാം ഒരുമാതിരി ഡിജിറ്റൽ ഫ്രസ്ട്രേഷനായി ആയിക്കൊണ്ടിരിക്കുകയാണ്. കാരണം എല്ലാവരും ഗ്രൗണ്ടുകൾ ഉപേക്ഷിച്ചു. ഇപ്പോൾ എല്ലാവരും മൊബൈൽ ഗെയിമും ഡിജിറ്റൽ ഗെയിമിലോട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. അതിൽ നിന്നൊരു മാറ്റം വരുത്തി ആ കുട്ടികളെ നമുക്ക് തിരിച്ച് നല്ല ഒരു ആരോഗ്യമുള്ളൊരു ജനതയെ വാർത്തെടുക്കാനായിട്ട് നമുക്ക് ഗ്രൗണ്ട് കൂടിയേ തീരൂ. അതുകൊണ്ട് ഒരിക്കൽ കൂടി ഞാൻ ബഹുമാനപ്പെട്ട MLAയോടും മുനിസിപ്പാലിറ്റി ഭരണകർത്താക്കളോട് ഞാൻ അപേക്ഷിക്കുകയാണ്, നമ്മുടെ ഈ ഗ്രൗണ്ട് നല്ല രീതിയിൽ ഡെവലപ്പ് ചെയ്ത് എല്ലാവർക്കും അനുയോജ്യം അതിൽ ആക്കി തരണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. ഞങ്ങളിവിടെ PSCയുടെ എക്സൈസ് ഓഫീസറിൻ്റെ പ്രാക്ടീസിന് വേണ്ടിയിട്ട് കഴിഞ്ഞ ഡിസംബർ തുടങ്ങി ഇവിടെ വരുന്നുണ്ട്. ഇതിൻ്റെ എൻട്രൻസ് അവിടെയാണെങ്കിൽ തന്നെയും ഞങ്ങൾ ആ വഴിയാണ് വരുന്നത്. ആ വഴി ഭയങ്കര പുല്ലും ഞങ്ങൾക്ക് നടന്നു വരാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പിന്നെ സ്ത്രീകളെന്ന നിലയിൽ ഞങ്ങൾക്ക് ഏറ്റവും അത്യാവശ്യമായത് ഒരു ടോയ്ലറ്റാണ്. പിന്നെ ഞങ്ങൾക്ക് ഡ്രസ്സ് മാറാനൊരു സൗകര്യം ഇവിടെ ഇല്ല. ഞങ്ങൾ അതിന് വേണ്ടിയിട്ട് KSRTC സ്റ്റാൻഡ് അവിടെയാണ് ഞങ്ങൾ അവിടെ പോകുന്നത്. പിന്നെ പറഞ്ഞു വരുമ്പോൾ ഈ ഗ്രൗണ്ട് പുല്ല് നിറഞ്ഞിരിക്കണോണ്ട് തന്നെ ഞങ്ങൾ ഓടുമ്പോൾ ചില സമയം ഞങ്ങൾ കുഴികളൊന്നും കാണാൻ പറ്റുന്നില്ല. അപ്പോൾ ചിലപ്പോഴൊക്കെ ഞങ്ങൾ ആ കുഴിയിൽ വീണിട്ട് ഞങ്ങളുടെ ലിഗ്മെൻറ്റിനൊക്കെ ഇഞ്ചുറി വരാറുണ്ട്. അങ്ങനെ റെസ്റ്റ് എടുത്ത് പോയവരുമുണ്ട്. അപ്പോൾ അതൊന്ന് പരിഹരിച്ച് തരണം. ഇത് നല്ലൊരു ഗ്രൗണ്ടാണ്, പക്ഷേ ഇതിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഒന്ന് പരിഹരിച്ച് തരണമെങ്കിൽ വളരെ പേർക്ക് ഇനി ഇത് ഉപകാരപ്രദമാകും. എത്രയും പെട്ടെന്ന് ഇതിൻ്റെ ശോചനീയാവസ്ഥ നീക്കി തരണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുകയാണ്. എൻ്റെ പേര് ബിജോ, ഞാൻ കൈതാരത്തു നിന്ന് വരുവാണ്. അപ്പോൾ ഞങ്ങളിപ്പോൾ ഇവിടെ 2 വർഷക്കാലമായിട്ട് കായിക പരിശീലനത്തിൽ ഏർപ്പെടുകയാണ്. മെയിനായിട്ട് എല്ലാവരും ഇപ്പോൾ ഈ നിൽക്കുന്നതിൽ ഭൂരിഭാഗം പേരും PSCയുടെ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടവരാണ്.
അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് വരുന്ന കായിക പരിശീലനത്തിനായിട്ട് ഇവിടെ 2 വർഷക്കാലമായിട്ട് ഞങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ ഈ 2 വർഷക്കാലമായിട്ട് ഞങ്ങൾ അനുഭവിക്കുന്ന കുറേ യാതനകളുണ്ട്. അതായത് കായികപരമായിട്ട് ഞങ്ങൾ ഫേസ് ചെയ്യുന്ന ഇഞ്ചുറീസ്. ഇപ്പോൾ ഈ നിൽക്കുന്ന ഇത്രയും പേര് കൂടാതെ തന്നെ ഇത് കുറച്ചും കൂടി കൂടുതൽ പേരുണ്ടായിരുന്നു ഞങ്ങൾ. ഇപ്പോൾ ഇത്രയും പേരായിട്ട് ചുരുങ്ങിയിരിക്കുന്നതിൻ്റെ മെയിൻ കാരണം ഈ ഗ്രൗണ്ടിൻ്റെ ശോചനീയാവസ്ഥയാണ്. മെയിനായിട്ട് ഞങ്ങളുടെ ട്രാക്ക് കീറി ഇറങ്ങിക്കിടക്കുവാണ്. ഓടാനൊന്നും പറ്റുന്നില്ല. ഇൻ കേസ് ഞങ്ങൾ ഓടിക്കഴിഞ്ഞാൽ തന്നെ ഇഞ്ചുറീസ് വരുവാണ്. ലിഗമെൻറ്റ്, പിന്നെ കാഫിന് ഇഞ്ചുറീസ്, അങ്ങനെ ഓരോ ഇഞ്ചുറീസായിട്ട് ഞങ്ങളിപ്പോൾ ഓരോരുത്തരായിട്ട് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഈ നിൽക്കുന്നവർ ഭൂരിഭാഗം പേരും ഗവൺമെൻറ് ജോലിയിൽ പ്രവേശിക്കാൻ നിൽക്കുന്നവരാണ്. ഇത് കൂടാതെ ഇപ്പോൾ ഞങ്ങളിത് മെയിനായിട്ട് സംസാരിക്കുന്നതിൻ്റെ കാരണം ഞങ്ങൾക്ക് വേണ്ടിയല്ല, ഞങ്ങളുടെ അനിയന്മാർക്ക് വേണ്ടിയിട്ടാണ്. ഇനി ഭാവിയിൽ ഇവിടെ ഓരോരുത്തരും ഓടാൻ വരുന്നവർ ഇനിയിപ്പോൾ നമ്മളൊരു മികച്ചൊരു കായിക തലമുറയെ വാർത്തെടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഗ്രൗണ്ട് ഇങ്ങനെ സജ്ജമാക്കിയിരുന്നിട്ടുണ്ടെങ്കിൽ അത് ഇത്തിരിയും കൂടി ബെറ്ററായിട്ട് വേണം. കാരണം ട്രാക്ക് അതുപോലെ തന്നെ ഇതിൻ്റെ ചുറ്റുവട്ടം ഒട്ടും ക്ലീനല്ല. ഇഴജന്തുക്കളെ കൊണ്ട് നമുക്ക് ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ഇത്രയും എക്സ്ട്രീമായിട്ടുള്ള സിറ്റുവേഷനിൽ ഇതിൻ്റെ ഭരണാധികാരികൾ ഇതൊരു നിവേദനമായിട്ട് തന്നെ കണ്ടുകൊണ്ട് ഇതൊരു പരാതിയായിട്ട് എടുത്തുകൊണ്ട് ഇതിനൊരു മികച്ചൊരു പരിഹാരം നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവാനായിട്ട് ഞങ്ങൾ അപേക്ഷിക്കണം. എൻ്റെ ഒരു തഹസിൻ, ഞാൻ ചേന്നമംഗലം സ്വദേശിയാണ്. ഞാൻ ഈ അടുത്ത് ജോലിയിൽ പ്രവേശിച്ചാണ്. അതായത് ഏകദേശം 1.5 വർഷത്തോളം ഈ ഗ്രൗണ്ടിൽ പ്രാക്ടീസ് ചെയ്ത് ജോലിയിൽ പ്രവേശിച്ചാണ്. പക്ഷേ പ്രാക്ടീസ് ചെയ്തെന്ന് പറയാൻ പറ്റില്ല. പ്രാക്ടീസ് ചെയ്തിട്ട് അതിൽ കൂടെ ധാരാളം ഇഞ്ചുറീസ് നമുക്ക് കിട്ടിയതാണ്. വെച്ചിട്ടുണ്ടെങ്കിൽ കാലിൻ്റെ ലിഗ്മെൻറ്റ്, മറ്റു കാര്യങ്ങൾ ഇഷ്ടംമാതിരി പറ്റിയിട്ടുണ്ട്. എൻ്റെ ഒപ്പം ഏകദേശം ധാരാളം പേര്, 100ഓളം പേരൊക്കെ നമുക്ക് ഇതിൻ്റെ ഒപ്പം ട്രെയിനിങ് സംബന്ധമായിട്ട് ഈ ഗ്രൗണ്ടിൽ യൂസ് ചെയ്തിട്ടുള്ളതാണ്. അതിലൊരു പകുതിയോളം പേര് ഇഞ്ചുറീസ് കൊണ്ട് അവരുടെ ഫിസിക്കൽ വരെ നഷ്ടപ്പെട്ടവരുണ്ട്. ഇപ്പോൾ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇനി വരുന്ന സാഹചര്യത്തിൽ ഇവിടെ ഫിസിക്കലിനായാലും മറ്റ് ഓടാനും നടക്കാനായിട്ടും ധാരാളം പൊതുജനങ്ങൾ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവരുടെ ഇഞ്ചറീസ്, പിന്നെ മറ്റ് ഇഴജന്തുക്കൾ മറ്റു കാര്യങ്ങളിൽ നിന്നും അവരെ സംരക്ഷിക്കുന്നതിന് വേണ്ടി ഈ ഗ്രൗണ്ട് നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് പോകേണ്ടതുണ്ട്. അതായത് ഈ ഗ്രൗണ്ടിൽ ധാരാളം കുഴികളും കാര്യങ്ങളും പിന്നെ ഇഴജന്തുക്കളും അവയൊക്കെ ഒന്ന് മാറ്റി നിർത്തി ഒരു നല്ല രീതിയിൽ ഒരു മെയിൻറ്റെയിൻ ചെയ്ത് പോവുകയാണെങ്കിൽ ഇതെല്ലാവർക്കും ഉപകാരപ്രദമായിരിക്കും. ഇത് ഞങ്ങളുടെ ഒരു അപേക്ഷയായി കണക്കാക്കപ്പെട്ട് മുനിസിപ്പാലിറ്റിയും കോർപ്പറേഷനും ഇതിൻ്റേതായ നല്ല രീതിയിൽ ഗ്രൗണ്ട് നന്നാക്കി തന്ന് ഞങ്ങളെ സഹായിക്കണമെന്ന് ഞാൻ വിനീതമായി അഭ്യർത്ഥിക്കുന്നു. എൻ്റെ പേര് മനോജ് എന്നാണ്. ഞാൻ YCCയുടെ മുൻ സെക്രട്ടറിയാണ്. 8 കൊല്ലത്തോളം ക്ലബിൻ്റെ സെക്രട്ടറിയായിട്ട് ഇരുന്നിരുന്നതാണ്. 94 മുതലാണ് ഇവിടെ മുനിസിപ്പൽ സ്റ്റേഡിയം ഗ്രൗണ്ട് വന്നത്. ഏകദേശം അത്രത്തോളം കൊല്ലം തന്നെ പഴക്കമുണ്ട് ഇവിടുത്തെ പ്രശ്നങ്ങൾക്ക്. കാലാകാലങ്ങളിൽ ഇവിടെ വരുന്ന എല്ലാ കായിക പ്രേമികളും നിരവധി കാര്യങ്ങൾ ആവശ്യപ്പെട്ടിട്ട് മുമ്പോട്ട് പോയിട്ടുണ്ട്. പക്ഷേ ഇതുവരെ ഇന്ന് 2020 ഇതിൻ്റെ പല കാര്യങ്ങളും നടപ്പിലാക്കാൻ സാധിച്ചിട്ടില്ല. ഈ ഗ്രൗണ്ടിനെ സംബന്ധിച്ചിടത്തോളം പറയുമ്പോൾ ഇവിടെ വന്ന് കളിക്കാത്തതായിട്ടുള്ള യുവജനത പറവൂർ ഉണ്ടാവുകയില്ല. പറവൂരിൻ്റെ പ്രാന്തപ്രദേശത്ത് എല്ലാവരും തന്നെ ഉപയോഗിക്കുന്നത് ഈ പറവൂർ മുനിസിപ്പൽ സ്റ്റേഡിയം ഗ്രൗണ്ടാണ്. എറണാകുളം ജില്ലയിൽ ഇത്രയും മികച്ചൊരു ഗ്രൗണ്ട്, ഇത്രയും വലിയൊരു ഏരിയ ഗ്രൗണ്ടിന് വേണ്ടി മാറ്റി വെച്ചിരിക്കുന്നത് പറവൂർ മാത്രമാണ്. പക്ഷേ നിർഭാഗ്യവശാൽ ഒരു മൈതാനം എങ്ങനെ ഇരിക്കണമെന്നുള്ള അടിസ്ഥാനപരമായ കാര്യങ്ങൾ ഇവിടെ ഇല്ല. കാലാകാലങ്ങളിൽ നമ്മളിത് പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. എന്ന് വെച്ചാൽ നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ അറിയാൻ പറ്റും, ഇവിടെ ഗ്രൗണ്ട് ലെവലല്ല. ശരിക്കും ഒരു മൈതാനം എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ പ്രതലം ലെവലായിരിക്കണം. ശരിക്കും പറഞ്ഞാൽ നടുവിൽ നിന്ന് ചെറിയൊരു ചരിവ്, നമുക്ക് കാഴ്ചയിൽ ഇത് കാണാൻ സാധിക്കുകയില്ല. അങ്ങനത്തെ ഒരു ചരിവ് വന്ന് ചുറ്റും നമുക്കൊരു ഡ്രെയിനേജ് വന്നെങ്കിൽ മാത്രമേ ഒരു വലിയ മഴ പെയ്താലും ഇവിടുത്തെ വെള്ളം ഒഴുകി പുറത്തേക്ക് പോവുകയുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ളൊരു മൈതാനത്ത് ഇവിടെ പുല്ല് പിടിപ്പിച്ച് കഴിഞ്ഞാൽ അത്രയും മികച്ച ഒരു മൈതാനം അല്ലെങ്കിൽ ഒരു ഗ്രൗണ്ട് നമ്മുടെ എറണാകുളം ജില്ലയിൽ തന്നെ ഉണ്ടാവുകയില്ല. ഇവിടെ ഇപ്പോൾ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ കാലാകാലങ്ങളിൽ ഇവിടുത്തെ ക്രിക്കറ്റ് കളിക്കാരും കായിക പ്രേമികളും എല്ലാവരും തന്നെ കയ്യിൽ നിന്ന് പിരിവിട്ട് കാലാകാലങ്ങളിലൂടെ പുല്ല് പിടിക്കും. ഇപ്പോൾ ഈ കോവിഡ് കഴിഞ്ഞപ്പോൾ സംഭവിച്ചത് വെച്ചാൽ ഇവിടേക്ക് ഒരാൾ പൊക്കത്തിൽ പുല്ലായിരുന്നു. അപ്പോൾ ഇവിടുത്തെ ക്രിക്കറ്റ് പ്രേമികളെല്ലാവരും കൂടി തന്നെ ഒരു JCB വിളിച്ചു വരുത്തി അതിനെക്കൊണ്ട് ഒരാഴ്ചയെടുത്ത് ഗ്രൗണ്ട് ഈ അവസ്ഥയിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം, ഇവിടെ പിച്ച് കാണാം. കോവിഡിന് മുമ്പ് ചില വ്യക്തികൾ ഇവിടെ കാർ കയറ്റുകയും ബൈക്ക് കയറ്റുകയും ആ പിച്ച് നശിപ്പിച്ചു. ഇപ്പോൾ ഏകദേശം 12ഓളം ലോഡ് കൽപ്പൊടി അടിച്ചിട്ടാണ് നമ്മൾ ഈ പിച്ച് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ അടിസ്ഥാനപരമായിട്ട് പലപ്പോഴും പല വികസനങ്ങളും വന്നിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് വെച്ചാൽ മതിൽ പണിതു, സ്റ്റേഡിയം പണിതു. ആ സ്റ്റേഡിയം പണിതപ്പോൾ ഏകദേശം 25 ലക്ഷത്തോളം രൂപ ചിലവ് വന്നു. പക്ഷേ അതുകൊണ്ട് 1000 രൂപയുടെ ഉപകാരം പോലും ഇന്ന് ഇവിടുത്തെ കായിക പ്രേമികൾക്ക് കിട്ടിയിട്ടില്ല. നമുക്കിവിടെ വേണ്ടത്
അൺഈവനായിട്ടുള്ള സർഫസ് മാറ്റി അവിടെ മണ്ണ് നിറച്ച് പുല്ല് പിടിപ്പിച്ച് എല്ലാവർക്കും കായിക പ്രവർത്തനം നടത്താൻ സാധിക്കണം. ഇപ്പോൾ നിലവിൽ ഇവിടെ നിരവധി ആൾക്കാർ മുൻകാലഘട്ടങ്ങളിൽ സോൺ കളിച്ച പിള്ളേരുണ്ടായിരുന്നു, കേരള സ്റ്റേറ്റ് കളിച്ച പിള്ളേരുണ്ടായിരുന്നു. എല്ലാവർക്കും സംഭവിക്കുന്ന കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ പ്രാക്ടീസ് ചെയ്യുമ്പോൾ പരിക്കുകൾ സംഭവിക്കുന്നു. അപ്പോൾ ആ പരിക്കുകൾ കൊണ്ട് ചിലപ്പോൾ 3 മാസവും 4 മാസവും കളിക്കാൻ പറ്റാത്ത സാഹചര്യങ്ങളിലേക്ക് പോവുകയുണ്ടായി. അപ്പോൾ നിലവിൽ അത് അങ്ങനത്തെ ഒരു സാഹചര്യം വരുമ്പോൾ ഒരു അത്ലറ്റായാലും എല്ലാവരുടെയും ഒരു ഫ്യൂച്ചർ നശിക്കുന്ന ഒരു അവസ്ഥയാണ് വരുന്നത്. അപ്പോൾ കണ്ടമാനം പേര് അതുകൊണ്ട് ഗ്രൗണ്ട് ഉപേക്ഷിച്ച് പോകുന്ന ഒരു അവസ്ഥയുണ്ട്. നിലവിൽ പറവൂരിൻ്റെ കായിക മേഖല 10 കൊല്ലം പുറകിലേക്കാണ്. പ്രധാനപ്പെട്ട കാരണം നമ്മുടെ ഗ്രൗണ്ടിൻ്റെ ഈ ലെവലില്ലായ്മയാണ് പ്രശ്നം. അപ്പോൾ കാലാകാലങ്ങളിൽ ഇലക്ഷൻ വരുമ്പോൾ എല്ലാവരും പറയും നവീകരിക്കും, പക്ഷേ എന്ത് നവീകരണമാണ് ഉദ്ദേശിക്കുന്നതെന്ന് മാത്രം ഇതുവരെ ആരും വ്യക്തമാക്കിയിട്ടില്ല. അപ്പോൾ അതിനുവേണ്ടി മുൻകൈയെടുത്ത് ഗ്രൗണ്ട് ലെവൽ ചെയ്തില്ലെങ്കിൽ അടുത്ത തലമുറയോട് നമ്മൾ ചെയ്യുന്ന ഒരു വലിയൊരു പാതകം തന്നെയായിരിക്കും. അതുപോലെ തന്നെ ഇവിടെ ഒരു മതിൽ പണിതിട്ടുണ്ട്. നിലവിലൊരു ഉണ്ടായിരുന്ന മതിൽ പൊളിച്ചു കളഞ്ഞിട്ടാണ് ഇങ്ങനത്തെ ഒരു മതിൽ പണിതത്. ശരിക്കും പറഞ്ഞാൽ ആ മതിൽ പണിയേണ്ട സമയത്ത് ഏകദേശം ഒരു 10 ലക്ഷം രൂപയോളം അതിൽ മുടക്കിയിട്ടുണ്ട്. നമുക്കറിയാം എല്ലാ മൈതാനങ്ങളിലും ഫെൻസിങ് ആണ് ചെയ്യാറ്. ഇപ്പോൾ ടാറ്റയുടെയൊക്കെ വയറോൺ എന്ന് പറയുന്ന ഫെൻസ് വെച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 20 കൊല്ലം അത് അവിടെ കിടക്കും. അപ്പോൾ അതുകൊണ്ട് ഉണ്ടാകുന്ന ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ റോട്ടിൽ കൂടെ പോകുന്ന ആൾക്കാർക്ക് ഇവിടെ എന്താണ് നടക്കുന്നത്, എന്താണ് സംഭവിക്കുന്നത് അതറിയാൻ പറ്റും. ഇപ്പോൾ ഒരു വലിയൊരു മതിൽ വന്നപ്പോൾ അവിടെ സാമൂഹ്യ വിരുദ്ധർ അവിടെ അഴിഞ്ഞാടുകയാണ് ചെയ്യുന്നത്. ശരിക്കും പറഞ്ഞാൽ ആ 10 ലക്ഷം രൂപ അതിൽ ചിലവാക്കുന്ന സമയത്ത് അന്ന് ഗ്രൗണ്ടിൻ്റെ വികസനത്തിന് വേണ്ടി ചേരുന്നെങ്കിൽ ഇന്ന് ഈ ഒരു അവസ്ഥ ഗ്രൗണ്ടിൽ ഉണ്ടാവുകയില്ല. അതുപോലെ തന്നെ നമ്മുടെ പുറകിൽ കാണാൻ പറ്റും ഒരു ഗാലറി പണിതിട്ടിരിക്കുന്നത്. അത് ഏകദേശം 12 കൊല്ലത്തിന് മുമ്പ് പണിതേക്കുന്നതാണ്. ഏകദേശം 25 ലക്ഷം രൂപ അന്നത്തെ കാലത്ത് അത് ചിലവാക്കി. അപ്പോൾ അന്നും ആ പൈസ നമ്മുടെ ഗ്രൗണ്ടിൻ്റെ വികസനത്തിന് വേണ്ടി മാറ്റിവെച്ചിരുന്നെങ്കിൽ ഇന്ന് ഇവിടെ നിന്ന് കണ്ടമാനം വ്യക്തികൾ സ്റ്റേറ്റ് തലത്തിലും സോൺ തലത്തിലുമൊക്കെ ഇവിടെ നിന്ന് വന്നാനേ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ആ സ്റ്റേഡിയം പണിതുകൊണ്ട് ഇവിടുത്തെ കായിക പ്രേമികൾക്ക് യാതൊരു ഉപകാരവും കിട്ടിയിട്ടില്ല. അപ്പോൾ അധികൃതർ ഇത് ചെയ്യുമ്പോൾ, ഒരു വികസനം ചെയ്യുമ്പോൾ അത് കായിക ലോകത്തുള്ള ആൾക്കാർക്ക് ഉപകാരത്തിൽ വരും എന്ന് ഉള്ളൊരു ദീർഘവീക്ഷണത്തോടെ ചെയ്തെങ്കിൽ മാത്രമേ നല്ല രീതിയിൽ റിസൾട്ട് നമുക്ക് ഉണ്ടാവുകയുള്ളൂ. ഇന്ന് നമ്മുടെ കൂടെയുള്ളത് നമ്മുടെ ഈ സ്റ്റേഡിയം ഗ്രൗണ്ടിൽ നിന്ന് കളിച്ച് വളർന്ന് മുൻ MG യൂണിവേഴ്സിറ്റി പ്ലെയറായിരുന്നു. അത് കഴിഞ്ഞിട്ട് അദ്ദേഹം പുറത്തേക്ക് പോവുകയും ഒമാൻ പ്ലെയറായിരുന്നു. ഒമാൻ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ പ്ലെയറായിട്ട് ക്രിക്കറ്റ് പ്ലെയറായിരുന്നു അദ്ദേഹം. ഒമാന് വേണ്ടി UK കളിക്കാൻ പോയിട്ടുണ്ട്, USA കളിക്കാൻ പോകുന്നുണ്ട്. ഇപ്പോൾ നിലവിൽ അദ്ദേഹം അമേരിക്കയിലെ ക്രിക്കറ്റിലെ കുട്ടികൾക്ക് ഓൺലൈൻ വഴി കോച്ചിങ് കൊടുക്കുന്നുണ്ട്. അവിടെയായിരുന്നു അദ്ദേഹം. ഇപ്പോൾ ലീവിനൂടെ വന്നിരിക്കുകയാണ്. അപ്പോൾ ശ്രീ ഉണ്ണികൃഷ്ണൻ്റെ വാക്കുകളിലേക്ക് നമുക്ക് കടക്കാം. താങ്ക് യു. ഞാനിപ്പോൾ ഈ ഗ്രൗണ്ടിൽ വരാൻ തുടങ്ങിയിട്ട് 20 വർഷമായി. 2000-ൽ തൊട്ട് ഞാൻ വരാൻ തുടങ്ങിയതാണ് ഈ ഗ്രൗണ്ടിൽ. ഇപ്പോൾ 2000-ൽ എങ്ങനെയായിരുന്നു അവസ്ഥ, ആ അവസ്ഥയൊന്നും മാറിയിട്ടില്ല ഗ്രൗണ്ടിൻ്റെ അവസ്ഥയെല്ലാം. പിന്നെ നമ്മൾ ഈ പുറമേ പല രാജ്യങ്ങളിലും ഗ്രൗണ്ടിലൊക്കെ പോയി, പുറമേ പല രാജ്യങ്ങളിലെ ഗ്രൗണ്ട് മാത്രമല്ല ഇവിടെ ഈവൻ കേരളത്തിലും പല ഗ്രൗണ്ടുകളിലും കളിച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെയുള്ള ക്വാളിറ്റീസും ഗ്രൗണ്ടിൻ്റെ ലെവലിങ്ങും എല്ലാം നമുക്ക് ഇവിടെ ആയിട്ട് കമ്പയർ ചെയ്യാൻ ഒരിക്കലും പറ്റില്ല. നിങ്ങൾക്കിപ്പോൾ ഇവിടെ ബാക്കിൽ കാണാം പിള്ളേർ കോച്ചിങ് ചെയ്യുന്നതെല്ലാം കാണാം. ഈ പിള്ളേർക്കെല്ലാം ഭാവിയിലേക്ക് വളർന്നു വരാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കുള്ളൂ. നെക്സ്റ്റ് ലെവലിലേക്ക് പോകാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് ഒരു ഗ്രൗണ്ടിൻ്റെ ഇതെന്ന് പറഞ്ഞാൽ ഒരു ചെറിയ ഇഞ്ചറി ഈ പ്രായത്തിൽ വരികയാണെങ്കിൽ അത് റിക്കവർ ചെയ്യാന്ന് പറയുന്നത് ഈസിയല്ല. ആ മനസ്സും ഇതെല്ലാം പേടി വന്നിട്ട് പിന്നെ ആ റിക്കവർ ചെയ്ത് വരാമെന്ന് പറഞ്ഞാൽ കുറച്ച് ഇതായിരിക്കുള്ളൂ. അതുകൊണ്ട് ഇപ്പം തന്നെ പിള്ളേർക്കെല്ലാം നല്ല ഗ്രൗണ്ടൊക്കെ കൊടുത്താലേ മാത്രമേ ഉള്ളൂ നെക്സ്റ്റ് ലെവലിലേക്ക് പിള്ളേരെ കൊണ്ടുവരാൻ നമുക്ക് പറ്റുള്ളൂ. അതായത് ഒരു സ്റ്റേറ്റ് ലെവലോ ഒരു നാഷണൽ ലെവലോ പ്ലേയേഴ്സിനെ കൊണ്ടുവരണമെങ്കിൽ നമുക്ക് ഒരു ബേസിക് ഒരു ഫെസിലിറ്റി ഈ ഗ്രൗണ്ടിൽ വരണം. ആ ബേസിക് ഫെസിലിറ്റീസ് പോലും നമുക്ക് ഈ ഗ്രൗണ്ടിൽ കൊടുക്കാൻ പറ്റിയിട്ടില്ല ഇത്ര നാളായിട്ട്. അത് നമ്മുടെ ഈ അധികൃതരുടെ വീഴ്ചയാണോ എന്താണോ എന്ന് നമുക്കറിയില്ല. കാരണം ഞാനും കുറേ വർഷമായിട്ട് ഇവിടെ ഒന്നുമില്ല. അതുകൊണ്ട് ഇപ്പം ഞാൻ തിരിച്ചു വന്നിട്ടും സെയിം അവസ്ഥയാണ്, ഒരു മാറ്റവും ഇല്ല. നമ്മളിപ്പോൾ കുറേ പൈസ ചിലവാക്കിയിട്ടാണ് ഇപ്പോൾ ഈ വിക്കറ്റൊക്കെ ഇടുന്നത്, ക്രിക്കറ്റ് പിച്ച് നമ്മൾ ഇടുന്നത്. കുറേ ആൾക്കാർ വണ്ടിയൊക്കെ കയറ്റി നശിപ്പിച്ചിട്ട് ഇരിക്കുന്നു. അപ്പോൾ ഇത് ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗോയിങ് ഫോർവേഡ് ഈ ഗ്രൗണ്ട് നമ്മൾ കുറച്ചും കൂടെ നന്നാക്കി എടുത്താൽ മാത്രമേ നമുക്ക് നെക്സ്റ്റ് ലെവലിലേക്ക് ആൾക്കാരെ കൊണ്ടുവരാൻ പറ്റുള്ളൂ. ഈവൻ നാഷണൽ ആയാലും അത്ലറ്റിക്സ് ആയാലും ക്രിക്കറ്റ് ആയാലും ഫുട്ബോൾ ആയാലും ഗ്രൗണ്ട് എങ്ങനെയായിരിക്കണോ അതനുസരിച്ചായിരിക്കുള്ളൂ പിള്ളേർ നെക്സ്റ്റ് ലെവലിലേക്ക് പോകുള്ളൂ. ഇല്ലെങ്കിൽ ഇവിടെ വരുന്ന പിള്ളേരെല്ലാം വേറെ വല്ല സ്റ്റേറ്റിലേക്കും, ഇപ്പോൾ ഈവൻ കേരളത്തിൽ തന്നെ കാണാം കുറേ പ്ലേയേഴ്സ് ഇവിടെ ഫെസിലിറ്റീസ് ഇല്ലാത്തതുകൊണ്ട് വേറെ പലയിടത്തും പോകുന്നത് നമുക്ക് കാണാം. അത് ഒഴിവാക്കിയിട്ട് നമുക്ക് ഇവിടുന്ന് തന്നെ ഇപ്പോൾ പറവൂരിൻ്റെ ഒരു പ്ലെയർ ഒരു നല്ല സ്റ്റേറ്റ് പ്ലെയർ ഒരു നാഷണൽ പ്ലെയർ പറവൂരിൽ നിന്ന് വരണം
എന്നൊരാഗ്രഹമുള്ള ഒരാളാണ് ഞാൻ. അങ്ങനെ വന്നാലേ നമ്മുടെ പറവൂരിന് ഒരു പേര് കേരളത്തിലായാലും ഇന്ത്യയിലും അത് അറിയപ്പെടുള്ളൂ. അങ്ങനെ ചെയ്യണമെന്നാണ് നമ്മുടെ ഒരു ആഗ്രഹം. അതിന് വേണ്ടിയിട്ട് ഈ ഗ്രൗണ്ട് ഒന്ന് നന്നാക്കി തരണമെന്നാണ് നമ്മളെ ഒരാഗ്രഹം. അതുപോലെ തന്നെ നമ്മുടെ ഗ്രൗണ്ടിൻ്റെ ക്വാളിറ്റിയെ പറ്റി പറയുകയാണെങ്കിൽ, ഞാനിപ്പോൾ കേരളത്തിലും പുറത്തുമെല്ലാം പോയിട്ടുണ്ട്, ഗ്രൗണ്ടിൽ പോയിട്ടുണ്ട്. അവിടുത്തെ ഗ്രൗണ്ടുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ആയിട്ട് കമ്പയർ ചെയ്യാൻ പറ്റില്ല. കാരണം അവർ മെയിൻറ്റെയിൻ ചെയ്യുന്നത് ഇപ്പോൾ ഗ്രൗണ്ടിൻ്റെ ലെവലിംഗ് പറയുകയാണെങ്കിൽ നടുവിൽ നിന്ന് വശങ്ങളിലേക്ക് ഇങ്ങനെ സ്ലോപ്പ് ആക്കിയിട്ടാണ് ചെയ്യുന്നത്. അത് നമുക്ക് ആഴ്ചയിൽ കാണാൻ പറ്റില്ല. പിന്നെ ചുറ്റും ഡ്രൈനേജ് സിസ്റ്റം ഉണ്ടാവും. ഇപ്പോൾ മഴ പെയ്താൽ ഒരു മാക്സിമം പോയി കഴിഞ്ഞാൽ ഒരു 10 മിനിറ്റ് അതിനുള്ളിൽ വെള്ളമെല്ലാം പോയി ഇറങ്ങി ഗ്രൗണ്ടെല്ലാം നല്ല വൃത്തിയായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റാവുന്ന രീതിയിലാകും. അങ്ങനെയാണ് അവർ ഗ്രൗണ്ട് മെയിൻറ്റെയിൻ ചെയ്യുക. ഈവൻ ഗ്രൗണ്ടിൽ ഒരു ടോയ്ലറ്റ് ഉണ്ടാവും. ടോയ്ലറ്റ് മാത്രമല്ല, ജിമ്മ്, എല്ലാ ഫെസിലിറ്റീസും ഉണ്ടാവും. ജിമ്മ്, എല്ലാം ടോയ്ലറ്റ്സ്, പിന്നെ സ്ത്രീകൾക്ക് ഡ്രസ്സ് മാറാനും എല്ലാത്തിനുമുള്ള റെസ്റ്റ് റൂമ്, ഡ്രസ്സിങ് റൂം എല്ലാം ഉണ്ടാവും. അതൊക്കെ നമുക്ക് എങ്ങനെയെങ്കിലും ഇവിടെ കൊണ്ടുവരാൻ പറ്റിയിരുന്നെങ്കിൽ അത് നെക്സ്റ്റ് ലെവലിലേക്ക് കൊണ്ടുപോകാൻ പറ്റും. പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെയുള്ള ഒരു ഗ്രൗണ്ട് വരികയാണെങ്കിൽ ഇവിടെ വരുന്ന ഇപ്പോൾ വൈകിട്ട് ഈവനിങ് വാക്കിനും മോർണിംഗ് വാക്കിനും വരുന്നവർക്ക് നടക്കാനും എല്ലാത്തിനും നല്ല സൗകര്യമായിരിക്കും. പിന്നെ ഈവൻ ഇങ്ങനെ സ്റ്റെപ്പ് പണിയതിന് പകരം ഒരു സ്ലാൻഡിങ് ആയിട്ട് ഒരു ഗ്രാസ് തന്നെ ഏരിയ ആയിരുന്നെങ്കിൽ, ഗ്രാസ് ഒരു കുറച്ച് ഹില്ലി ഒരു സ്ലാൻഡിങ് ആയിട്ട് ഇരിക്കാൻ പറ്റിയ ഒരു ഏരിയ ആക്കി വെച്ചിരുന്നെങ്കിൽ, നമ്മളിപ്പോൾ കണ്ടിട്ടുണ്ടോ പല ഗ്രൗണ്ടിൽ ഇങ്ങനെ മണ്ണിട്ട് പൊക്കി വെച്ചേക്കുന്നത്, എന്നിട്ട് പുല്ല് പിടിപ്പിച്ചിട്ട് അതിനകത്ത് വന്ന് ഇരിക്കാനും റെസ്റ്റ് ചെയ്യാനും അവിടെ ഇരുന്ന് കളി കാണാനുള്ള ഒരു ഏരിയ ആയിരുന്നെങ്കിൽ നമുക്ക് കൂടുതൽ ഗുണകരമായിരുന്നു തന്നെ. പല ഗ്രൗണ്ടുകളും ഇപ്പോൾ സ്റ്റേഡിയം മാറ്റിയിട്ട് ഗ്രൗണ്ടിൻ്റെ ഇത് ഒരു സ്ലോപ്പ് പോലെ ആക്കി വെക്കും. സ്ലോപ്പ് സ്ലാൻഡിങ് പൊസിഷനിൽ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ആൾക്കാർക്ക് ഇരിക്കാൻ വേണ്ടി അവിടെ ഇരുന്ന് കളി കാണാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ നമ്മൾ ഇപ്പോൾ ഫോറിൻ കൺട്രീസിലൊക്കെ കണ്ടു കഴിഞ്ഞാൽ എല്ലാവരും ചെയറൊക്കെ മാറ്റിയിട്ട് ഓപ്പൺ സ്റ്റേഡിയം പോലെ ആക്കി തുടങ്ങി. പല സ്റ്റേഡിയങ്ങളിലും കാണാം. ഇപ്പോൾ ഓസ്ട്രേലിയയിലായാലും ന്യൂസിലാൻഡിലായാലും നമുക്ക് കാണാം ഇങ്ങനെ സ്ലാൻഡിങ് ആയിട്ടുള്ള ഓപ്പൺ സ്റ്റേഡിയം. അതായത് അവരൊരു ബീച്ചിലോ ഒരു പാർക്കിലോ വന്നിരുന്ന് കളി കാണാവുന്ന ഒരു ഇതുപോലെ ഒരു ഫാമിലി ഗെറ്റ് ടുഗദർ പോലെ അവർ ഫാമിലി ആയിട്ട് വരുന്നു. ഇത് പായൊക്കെ വിരിച്ചിട്ട് അവരെ അവിടെ ഇരുന്ന് കളി കാണുന്നു. അങ്ങനെ ഒരു ഗ്യാതറിങ് പോലെ ആവണം ഗ്രൗണ്ട്. അങ്ങനെ ആയാലേ മാത്രമേ നമുക്ക് ഇപ്പോൾ ഇവിടെ എല്ലാ ജനങ്ങളും വന്ന് ഇവിടെ എന്താ നടക്കണേ എന്ന് അറിയാനുള്ള ഒരു ഇത് കൂടെ പറ്റുള്ളൂ. വളരെയധികം കലാകാരന്മാരെ സൃഷ്ടിച്ച ഒരു ഇടമാണ് പറവൂര്. ഭാഗ്യവശാൽ വളരെ ടാലൻ്റുള്ള നിരവധി കായിക പ്രവർത്തനത്തിൽ ഏർപ്പെടുന്ന യുവജനത നമുക്കുണ്ട്. നമുക്ക് ചെയ്യേണ്ടത് ഇവർക്കെല്ലാവർക്കും പുതിയ തലങ്ങളിലേക്ക് എത്താനുള്ള ഒരു ബേസിക് ഇൻഫ്രാസ്ട്രക്ചറാണ്. ഒരു കാര്യം എനിക്ക് ഉറപ്പ് തരാൻ സാധിക്കും, ഇൻ്റർനാഷണൽ ലെവലിലുള്ള ഒരു സ്റ്റേഡിയം നമുക്ക് പറവൂർ വന്നു കഴിഞ്ഞാൽ അടുത്ത 10 കൊല്ലത്തിനുള്ളിൽ ഇവിടെ നിന്ന് ഒരു ഒളിമ്പ്യൻ പിറക്കും. അത്രയധികം ടാലൻ്റുള്ള കുട്ടികളാണ് നമ്മുടെ പറവൂർ നിവാസികൾ. അപ്പോൾ അതിനു വേണ്ടിയുള്ള ഒരു കാര്യങ്ങളിലേക്ക് നീക്കുപോക്ക് നടത്താൻ നമുക്ക് സാധിക്കണം. അല്ലെങ്കിൽ പറവൂരിൻ്റെ കായിക മേഖല നിലവിൽ 10 കൊല്ലം പുറകിലേക്കാണ്. ഞങ്ങൾക്കിത് ഇതിൽ ഇത്രയും പറയാനുള്ളൂ. ബന്ധപ്പെട്ട അധികാരികൾ, MLAക്കും അതുപോലെ തന്നെ മുനിസിപ്പൽ അധികൃതരും ഇതിൽ വളരെ നല്ലൊരു സമീപനം എടുക്കണം എന്ന് അഭ്യർത്ഥിക്കാൻ ഞങ്ങൾക്ക് സാധിക്കുകയുള്ളൂ. അപ്പോൾ തീർച്ചയായും ഇതിലേക്ക് നല്ല രീതിയിലുള്ള ഒരു അടിസ്ഥാന സൗകര്യമുള്ള ഒരു സ്റ്റേഡിയം വരുവാനുള്ള കാഴ്ചപ്പാടിലേക്ക് മുന്നോട്ട് പോകാൻ സാധിക്കണം. താങ്ക് യു. എൻ്റെ പേര് ബിജിൽ, സോബേഴ്സ് ക്രിക്കറ്റ് ക്ലബിൻ്റെ ഇപ്പോഴത്തെ സെക്രട്ടറിയാണ്. ഞാൻ ഇവിടെ കളിക്കാൻ തുടങ്ങുന്നത് 1994 തുടങ്ങി ഈ ഗ്രൗണ്ടിൽ പ്രാക്ടീസ് ചെയ്യാൻ വരുന്നുണ്ട്. ഇപ്പോൾ ക്ലബിൻ്റെ മാനേജ്മെൻറ്റിലാണ് ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഇവിടെ ഞങ്ങളുടെ ക്രിക്കറ്റ് അക്കാഡമിയിൽ ഏകദേശം 50ഓളം കുട്ടികൾ രാവിലെയും വൈകിട്ടുമായിട്ട് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. പുത്തൻവേലിക്കര, മാഞ്ഞാലി, മാലിയങ്കര, ചെറായി, വരാപ്പുഴ എന്നീ ഭാഗങ്ങളിൽ നിന്ന് ഇവിടെ ഒരുപാട് കുട്ടികൾ പ്രാക്ടീസ് ചെയ്യാൻ വരുന്നുണ്ട്. അപ്പോൾ ഈ മേഖലകളിലൊന്നും ഗ്രൗണ്ട് അത്ര വലിയ ഗ്രൗണ്ടുകളും പ്രാക്ടീസ് ചെയ്യാനുള്ള ഫെസിലിറ്റീസും ഇല്ലാത്തത് കൊണ്ടാണ് ഇങ്ങോട്ട് ആ കുട്ടികൾ വരുന്നത്. അപ്പോൾ ഇത്രയും വലിയ ഒരു ഗ്രൗണ്ടായിട്ട് പോലും ഇത് നന്നായിട്ട് സംരക്ഷിക്കാൻ ഇവിടുത്തെ അധികൃതർക്ക് സാധിച്ചിട്ടില്ല. അപ്പോൾ ഇവിടെ ഈ ഗ്രൗണ്ട് ഒട്ടും ലെവലല്ല, വെള്ളക്കെട്ടാണ് മഴ പെയ്ത് കഴിഞ്ഞാൽ. അപ്പോൾ ഈ ഗ്രൗണ്ട് ഒന്ന് ഗ്രാവലൊക്കെ ഇട്ട് നല്ല രീതിയിൽ ഉയർത്തി നല്ല സ്ലോപ്പോട് കൂടി ചുറ്റുപാടും ഉണ്ട് ഇതിൻ്റെ
അപ്പോൾ അതൊന്ന് എത്രയും വേഗം ശരിയാക്കി തരണമെന്ന് വിനീതമായിട്ട് അഭ്യർത്ഥിക്കുകയാണ്. പിന്നെ കുട്ടികൾക്ക് ആവശ്യമുള്ളൊരു ടോയ്ലറ്റ് സൗകര്യം, കറണ്ട് ഫെസിലിറ്റി അങ്ങനെ ഒന്നും തന്നെ ഇവിടെ ഇല്ല. ഇവിടുത്തെ ക്രിക്കറ്റ് ക്ലബ്ബുകളായ സോബേഴ്സ് ക്രിക്കറ്റ് ക്ലബ്ബ്, യങ് ചലഞ്ചേഴ്സ് ക്രിക്കറ്റ് ക്ലബ്ബ്, പറവൂർ ക്രിക്കറ്റ് ലവേഴ്സ് ക്രിക്കറ്റ് ക്ലബ്ബ് എന്നീ ക്ലബ്ബുകൾ മുൻകൈയെടുത്ത്, പിന്നെ ക്രിക്കറ്റ് പ്രേമികൾ എല്ലാവരും മുൻകൈയെടുത്താണ് ഇപ്പോൾ ഈ ഗ്രൗണ്ടിൻ്റെ അത്യാവശ്യം കാടുകളും ഒക്കെ വെട്ടി നിരപ്പാക്കി ക്രിക്കറ്റ് കളിക്കാനായിട്ട് സജ്ജമാക്കിയിരിക്കുന്നത്. അപ്പോൾ ഇതിന് എത്രയും വേഗം ഒരു പരിഹാരം കാണണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്.